ഹലോ. അപ്പോൾ കഴിഞ്ഞ ഗാർഡൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മരം മുറിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗാർഡൻ്റെയൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2025 പറഞ്ഞിട്ട് ഞങ്ങൾ 26-ൽ ഈ 2 മരങ്ങളും മുറിച്ചിട്ടുണ്ട്. ഒരു പൂമരമുണ്ട്, ഒരു നെല്ലിമരമുണ്ട് കേട്ടോ. നെല്ലിമരത്തിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലുള്ളതാണ്, പക്ഷെ അതൊന്നും ഇതുവരെ ഒരു നെല്ലിക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അബദ്ധത്തിലെങ്ങാനും 1-2 നെല്ലിക്ക ഉണ്ടായി. പക്ഷെ അത് വെട്ടിക്കഴിഞ്ഞപ്പോൾ ആ ചില്ലേൻ്റെ ഇടയിൽ നിന്ന് ഞങ്ങൾക്കൊരു നെല്ലിക്ക കിട്ടി. അച്ഛനത് എൻ്റെ കൈ കൊണ്ട് തന്നു കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ ഈ ചെടിച്ചട്ടി മാത്രം ഞാൻ മാറ്റിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിലൊന്നും പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ കറക്റ്റായിട്ട് അത് തന്നെ വീണിട്ട് അതിൻ്റെ ഒരു സൈഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ചില്ലകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എന്തായാലും ചെടിയൊക്കെ നടാൻ നമുക്ക് പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും വെച്ചിട്ടുണ്ട്. നൈറ്റൊക്കെ കഴിഞ്ഞ് വന്നൊന്ന് കിടന്നുറങ്ങിയപ്പോഴേക്കും 2 മരം മുറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഗാർഡനത്തെ ആമ്പലുകളാണ് കേട്ടോ. സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നന്നായിട്ട് പൂവൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ. മരമൊക്കെ മുറിച്ച് കഴിഞ്ഞ് അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ വീട് നോക്കുമ്പോൾ ഇങ്ങനെ കേട്ടോ കിടക്കണത്. ഫുള്ള് മരത്തിൻ്റെ പൊടിയും ഓരോ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഇത് കത്തിക്കാൻ പറ്റുന്ന വിറകായതുകൊണ്ട് പിന്നെ നമ്മളത് ഉണക്കിയിട്ട് കത്തിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. ആ മരം വെട്ടിയിട്ട് വേണം നമ്മുടെ ടെറസ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ മരം വെട്ടി കഴിഞ്ഞപ്പോൾ എന്തായാലും അടുത്ത പരിപാടി ടെറസ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചടപടിയും നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്യുമ്പോഴാണ് കുറച്ച് ഓട് കണ്ടത്. അത് കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നിയിട്ടുണ്ട് കേട്ടോ. അതെന്തായാലും നമുക്ക് ഗാർഡനിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൂക്കളെടുത്തിട്ട് ആ ക്ലീൻ ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കാമെന്നാണ് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെടികൾ ആ തെട്ടിൻ്റെ മുകളിൽ വെക്കാനാട്ടോ വിചാരിച്ചത്. അപ്പോൾ പിന്നെ സൺഷെയ്ഡും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ താഴെ വെച്ചത്. അവിടെയൊക്കെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്യാപ്പിൽ വെക്കായിരുന്നു തോന്നി, അതെന്തായാലും അടുത്ത ദിവസം മാറ്റി വയ്ക്കാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം കേട്ടോ. കാരണം നമുക്ക് താഴെ ഗാർഡനിലും കുറേ പണികൾ ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ ഒരു ചെടിയിൽ ഞാൻ നട്ടൊരു ചെടി അതിലുണ്ട്, അല്ലാതെ ഈ പച്ച കാണുന്നത് കളയാണോ അത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല. നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഏകദേശം ചെടികളൊക്കെ സെറ്റായിട്ടുണ്ട് തോന്നുന്നു. പിന്നെ നല്ലോണം വെയിലുകൊണ്ട് ഉണങ്ങിപ്പോകുമെന്നറിയില്ല. രാവിലെ വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലതിലൊക്കെ പൂവുണ്ട്. നമ്മൾ കുറച്ചും കൂടി പൂക്കളല്ല ചെടികൾ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെന്തായാലും മേടിക്കും, എല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. ഇനിയിപ്പോൾ പെട്ടെന്ന് എല്ലാം സെറ്റാവും. അപ്പോൾ ഞാൻ കുറേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം എനിക്കിങ്ങനെ വെച്ചപ്പോൾ എന്തോ ഭയങ്കര ഭംഗി തോന്നി. നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ എല്ലാം ഭംഗിയായിരിക്കുമല്ലോ. പിന്നെ ഇതാണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മൾ ഗാർഡൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ നമ്മുടെ ഗാർഡൻ നമ്മൾ ചെറുതാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പൂരമൊക്കെ വരുമ്പോൾ നല്ല തിരക്കൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ടാറ്റാ.